ഇന്നത്തെ റെസിപ്പി നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റും വൻപയറും ചേർത്തുള്ള തോരന്. ഇത് ചെറുപയർ ചേർത്തും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ക്യാരറ്റ് തനിയെ തോരൻ വെച്ചത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്ത് നോക്കിക്കോളൂ. അതേപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. അല്പം കടുകിടുക, പൊട്ടി വരട്ടെ. കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു സവാളയാണ് കനം കുറഞ്ഞരിഞ്ഞ് ചേർക്കുക. ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇത്രയൊന്നും വഴന്നു വരണ്ട, ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഉപ്പൊന്നും ചേർക്കണമെന്നില്ല, ഒത്തിരി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്നായിക്കോളും. ഇത് സവാളയായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ചെറിയ ഒരു തക്കാളിയാണ് ചേർക്കേണ്ടത്. നല്ലവണ്ണം പഴുത്ത് റെഡ് കളർ വേണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. തക്കാളിയും ഒരുപാട് കുഴഞ്ഞ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 30-40 സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കാം. ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതിൽ നല്ലത് ഇവിടെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നതാണ്. ഞാനിവിടെ വലിയ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ തന്നെ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, പകുതി വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കാറുള്ളത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കണം. ഉപ്പ് ഈ സമയത്ത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. തീയെ കൺട്രോളിൽ നിൽക്കണം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാണെങ്കിൽ അടിയിലൊന്ന് ചെറുതായിട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീയെ കൺട്രോളിലായാൽ മതിയാവും. ഇനി ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി വേകട്ടെ. വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് ഇളക്കണം. ഉപ്പ് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും തട്ടിപ്പൊത്തിയിട്ട് മൂടി വയ്ക്കണം. ഒരു 90-95% വേകുന്നത് വരെ മൂടി വയ്ക്കുക. അതിന് ശേഷം അരപ്പ് ചേർക്കാനുണ്ട്. അത് ഇരുന്ന് വേകട്ടെ. ഈ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അമ്മിക്കല്ലിലോ മിക്സിയുടെ ജാറിലോ ഒക്കെ ചതച്ചെടുക്കാവുന്നതാണ്. 2 വറ്റൽമുളക്, ഒരു 4 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, 2 നുള്ള് ചെറിയ ജീരകം, 5-6 കറിവേപ്പില, തോരന് ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. ചിലർക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അങ്ങനെ തേങ്ങയുടെ മുകളിലായിട്ട് ഒരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് കൂടുതൽ അങ്ങ് അരഞ്ഞു പോകത്തില്ല. വറ്റൽമുളക് അടിയിൽ ചേർക്കണം, എന്നാലേ അത് നല്ലവണ്ണം ക്രഷായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനി ഒന്ന് സാധാരണ തോരന് അരച്ചെടുത്തുകൊണ്ട് വരുന്ന പോലെ തന്നെ ചതച്ച് എടുത്തുകൊണ്ട് വരാം. ഇതിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അതായത് ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി, ഇത് കറക്റ്റ് ആയിക്കോളുമെന്ന് നമ്മൾ കരുതുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണം അരപ്പ് ചേർക്കാൻ. ഒരു 2-3 മിനിറ്റ് ബാക്കി നിൽക്കെ ആ സമയത്ത് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വൻപയർ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കാം. ഇതിന് പകരമായിട്ട് ചെറുപയറായാലും ചേർക്കാവുന്നതാണ്. നടുക്കോട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട, നന്നായിട്ട് ആ തേങ്ങ ഒന്ന് ചൂടായിക്കോട്ടെ. തീ ഒന്ന് കുറച്ചിടുക, ഒന്ന് മൂടി വയ്ക്കുക ഒരു 2 മിനിറ്റ് നേരത്തേന്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കുക. ക്യാരറ്റും വൻപയറും ഒക്കെ ചേരുമ്പോഴത്തേനും ഒരു ചെറിയൊരു മധുര ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ബാലൻസ് ആകാൻ വേണ്ടിയാണ് തക്കാളി ചേർത്തത്. നല്ലവണ്ണം കൂട്ടി ഇളക്കിയതിന് ശേഷം ഉപ്പ് പാകമാണെന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇത് അടച്ചു വെക്കേണ്ട, ഒന്ന് നിരത്തി 1 മിനിറ്റ് നേരത്തോളം ആ കുറഞ്ഞ തീയിലൊന്ന് ഇട്ട് വയ്ക്കാം. ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും എടുത്ത് പറയാനില്ലായിരുന്നു. ക്യാരറ്റിൻ്റെയും അരപ്പിൻ്റെയും ഒന്നും തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാം. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മുളക് ചേർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചെറുപയർ ചേർത്തും ഇതേ രീതി തന്നെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും.
ഇനി ക്യാരറ്റ് വാങ്ങുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.